ഹായ് എവ്രി വൺ, ഐ എം ഡോക്ടർ ജിസ്ലിം സാദിഖ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ടൂത്ത് ബ്രഷിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നല്ലൊരു ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, സൈസ് ആൻഡ് ഷേപ്പ്. ടൂത്ത് ബ്രഷിന്റെ ഹെഡ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിന്റെ ഉള്ളിൽ കംഫർട്ടബിൾ ആയിട്ട് ഫിറ്റ് ചെയ്യണം. അതോടൊപ്പം പല്ലിന്റെ എല്ലാ സർഫസും നന്നായിട്ട് കവർ ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റണം. സെക്കൻഡ് വൺ, ബ്രിസിൽ ടൈപ്പ്. അതായത് സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കാരണം മോണയിൽ തട്ടിയിട്ടുള്ള ബ്ലീഡിങ്ങും പല്ലിന്റെ തേയ്മാനവും ഒക്കെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. തേർഡ് വൺ, ഹാൻഡിൽ ഡിസൈൻ. അതായത് ബെറ്റർ കംഫർട്ടബിൾ ഗ്രിപ്പുള്ള നല്ല കൺട്രോൾ കിട്ടുന്ന ടൂത്ത് ബ്രഷ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഡെന്റൽ കൺസേൺ അനുസരിച്ചിട്ട് നമുക്ക് ടൂത്ത് ബ്രഷിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഓർത്തഡോണ്ടിക് ടൂത്ത് ബ്രഷ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ടൂത്ത് ബ്രഷ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എത്ര നാൾ കൂടുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. എപ്പോഴും ടൂത്ത് ബ്രഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം അപ്രൈറ്റ് പൊസിഷനിൽ വെൽ വെന്റിലേറ്റഡ് ഏരിയയിൽ കീപ്പ് ചെയ്യുക. മാക്സിമം ഡ്രൈ ആക്കി വെക്കാൻ നോക്കുക. ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. നെക്സ്റ്റ് തിങ്, 3 to 4 months കൂടുമ്പോൾ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യുക. ഇനി വൈൽ ഓറൽ ഇൻഫെക്ഷൻസ്, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ വൈറൽ ഇൻഫെക്ഷൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.